അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും അൽഹംദുലില്ലാ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെയും മൗലാന പേരോട് ഉസ്താദിൻ്റെയും പൊന്മള ഉസ്താദിൻ്റെയും ഖലീലുൽ ബുഖാരി തങ്ങളുടെയും കുരുത്തക്കേട് അത് നമ്മളെ കുഞ്ഞാമീൻ്റെ കാട്ടിക്കൂട്ടലിലും നമ്മളുടെ കുരുവട്ടൂരിൻ്റെ കാട്ടിക്കൂട്ടലിലും അത് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സംഗതിയാണ്. കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല. എന്താ നിങ്ങൾ കരുതിയത്? ഇപ്പോൾ ഈ അടുത്തടുത്തായിട്ട് ഇവർ കുറേ ആളുകളെ മൂട്ടിക്കച്ചിട്ട് കൊണ്ട് നടന്നു. കുരുവട്ടൂരികൾ കുറേ അടുത്ത് പോയി നോക്കി. ആദ്യം ഇവർ കുരുവട്ടൂരിലേക്ക്, അഥവാ ഇവരെ ഈ സംഘടനയിൽ നിന്ന് 2013 നിന്ന് പെഴുതി എറിയുമ്പോൾ ഇവരപ്പുറത്ത് പോയിട്ട് മറുസംഘടനയിൽ പോയിട്ട് സഹോദര സംഘടനയിൽ പോയിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചെറുശ്ശേരി ഉസ്താദിനെയും ഹൈദരലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ വാപ്പു ഉസ്താദിനെയും ഇവരൊക്കെ പോയി കണ്ടുകാണ്ട് കയ്യൊക്കെ ഒന്ന് പിടിച്ചു മുത്തി ഒന്ന് ആലിംഗനം ചെയ്ത് അവിടെ അവർ പറഞ്ഞു കൊടുത്ത അതിനനുസരിച്ച് നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. വീണ്ടും അവിടെ നിന്നാൽ ശരിയാവില്ല എന്നുകാണ്ട് വീണ്ടും പുറത്തേക്ക് നിന്ന് ഇവിടെ ഒരു മറുപടി പ്രസംഗം നടത്തി. ഇങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും പിന്നെന്താ നമുക്ക് അങ്ങനെ ഒന്നും അല്ല, നമുക്ക് സ്വന്തം പോകുക എന്നുള്ള എനിക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇതൊന്നും നമുക്ക് ഒരു വഴിക്കെത്താൻ കഴിയണില്ല എന്നുള്ള നിലക്ക് പല ആൾക്കാരെയും കാണാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇങ്ങനെ പട്ടിക്കാട്ടിക്ക് വീണ്ടും കയറി ചെല്ലണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഉസ്താദന്മാരെ കണ്ടുകാണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് കാണ്ട് പോരുന്നുണ്ട്. പക്ഷെ പിന്നെ ഓല് വിളിക്കണില്ല. പോകുമ്പോഴൊക്കെ നല്ലൊരു കെട്ട് മുട്ടായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഓലത് വാങ്ങിക്കുന്നല്ലാതെ പിന്നെ വിളിക്കണില്ല അവനെ. പാണക്കാട്ടേക്ക് ചെന്നപ്പോൾ വലിയൊരു കീസേറ്റൊക്കെ ചെന്നു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി കണ്ടു. നല്ലൊരു കീസൊക്കെ കൊണ്ടേ കൊടുത്തു. പക്ഷേ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒപ്പം നിന്ന് അത് വാങ്ങി വെച്ചു. പിന്നെ അവിടെ ഒരു മൗലൂദ് നടന്നു. ഗംഭീര മൗലൂദ് പാണക്കാട്ടെ തങ്ങന്മാരെ പെരിയിൽ റബീഉൽ അവ്വലക്കല്ലേ എന്നുള്ള നിലക്ക് നല്ലൊരു മൗലൂദ് നടത്തി. അങ്ങനെ പ്രത്യേകിച്ച് ഇവരെ ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആരെയും പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടില്ല. അത് ഹസൻ സക്കാഫിക്ക് ഫോൺ ചെയ്തപ്പോൾ ഹസൻ സക്കാഫി പറഞ്ഞു പ്രത്യേകിച്ച് ആരും ക്ഷണിച്ചിട്ടില്ല, എന്നെ അടക്കം പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ അവിടെ പരിപാടി ഉണ്ടായപ്പോൾ പരിപാടിക്ക് ആർക്കും വരാം. അങ്ങനെ ആ നിലക്കെന്ത് ചെയ്തു? ഇവരും അവിടെ ചെന്ന് കാണ്ട് നൗഷാദ് തൂണിനോട് ചാരിയിട്ട് അവിടെ ഇരുന്നു. മറ്റവനെങ്ങനെ പമ്പേഴ്സും ഇരുന്നു, കുഞ്ഞാമ്മോ ഇരുന്നു. ഓലെന്ത് ചെയ്തു? മൗലൂദ് കഴിഞ്ഞു ഓര് പോരും ചെയ്തു. ചീരിനോരോ ഈത്തപ്പഴം കിട്ടിയാണ്ട് അതിട്ട് അവിടുന്ന് പോന്നു. അവിടെയും വലിയ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല, വലിയ സ്ഥാനം കൊടുത്തില്ല, മൈക്കൊന്നും എവിടെയും കൊടുത്തില്ല. മൈക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? പോണത്. എവിടുന്നും കൊടുക്കണില്ല. അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്തു? അപ്പം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ ലീഗുകാരാണ്, പാണക്കാട് ഞങ്ങളെപ്പോഴും ഉണ്ടാകും, ഞങ്ങൾ പാണക്കാട്ടുകാരോടൊപ്പമുണ്ട്, ഞങ്ങൾ ലീഗിൻ്റെ ഒപ്പമാണ്, ഞങ്ങൾ ലീഗുകാർ തന്നെയാണ് പറഞ്ഞു. എന്നിട്ടുണ്ട് ആരെങ്കിലും ലീഗുകാർ നോക്കണ്? ലീഗുകാർ അന്നതൊന്നും പോലാണ്. ലീഗുകാർക്ക് മനസ്സിലായി, ലീഗുകാർക്ക് വേണ്ട വോട്ടാണ്. എങ്ങായി എൻ്റെ പ്രസംഗമല്ല ലീഗുകാർക്ക് വേണ്ട വോട്ടാണ്. അതിന് എൻ്റെ അടുത്ത് എന്തൊക്കെ വോട്ടാണുള്ളത്? നിങ്ങൾ ഈ 3 ആൾക്കാർ അല്ലെങ്കിൽ 4, 7 ആൾക്കാരുണ്ടായാൽ മതിയോ വോട്ട് വേണ്ടവർക്ക്? അപ്പോൾ ഓലും ചിന്തിച്ചു നിങ്ങളൊപ്പം കൂടിയിട്ട് യാതൊരു കാര്യമല്ല, വോട്ട് കിട്ടൂല. ഒച്ചയും പുളിയും കിട്ടും, വോട്ട് കിട്ടൂല. ഓർക്ക് വേണ്ടത് വോട്ടാണ്. അപ്പോൾ ഓരെന്ത് ചെയ്തു? നിങ്ങളെ എവിടേക്കും വിളിച്ചതുമില്ല, ഒരു പരിപാടിയില്ല. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ തീരുമാനിച്ചത് കാട്ടുകള്ളൻ്റെ നിർദ്ദേശമല്ലേ, വലിയ ഷെയ്ഖ് നിർദ്ദേശിക്കല്ലേ, ഇരുന്നോർത്തിരുന്നു അങ്ങോട്ട് വയ്ക്കടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കല്ലേ. അങ്ങനെയാണ് കൂരിയാട് നദിവിൻ്റെ അടുത്തേക്ക് പോണത്. പിന്നെ വലിയൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് മൂപ്പരും തന്നെ അവിടെ കുറച്ച് മൂപ്പര് എഴുതിണ്ടാക്കിയ കിതാബുകളും അതുപോലെ അവിടുത്തെ പുസ്തകങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്ത് കാണ്ട്
എന്നാ പിന്നെ മൂപ്പരും തന്നെ കിട്ടിയത് ലാഭം എന്നുള്ള നിലയ്ക്ക് എന്നാൽ ഇവർ കുറച്ച് അവിടെയും ഇവിടെ കൊച്ചിമുളിയൊക്കെ ഉണ്ടാക്കിയാണ്ട് സംഗതി ചിലപ്പോൾ ജോറാക്കിക്കോളും എന്ന് കരുതി മൂപ്പര് ഈ നളന്ത സമസ്തന്റെ നേതാവുമാണല്ലോ. ഈ കൂരിയാട് നദിവി നളന്ത സമസ്തക്കൊരു നേതാവാണ്. അപ്പൊ നളന്ത സമസ്തക്കാരൊപ്പം കൂടിയാണ്ട് നളന്തക്കാർ വലുതാക്കിക്കോളും എന്നുള്ള നിലക്ക് നളന്തക്കാരെ ഇവനെ കൊണ്ട് വലുതാക്കുക എന്നുള്ള നിലക്ക് കൂരിയാട് എന്ത് ചെയ്തു, ഒപ്പം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നെടുത്തു. അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് ഫോട്ടോത്തിലൊക്കെ നിന്ന് അങ്ങനെ പോയി. പക്ഷേ നളന്തക്കാർ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ അബ്ദുസമ്മദ് പൂക്കോട്ടൂരും ഇവരൊക്കെ പാടെ ചിന്തിച്ചിട്ട് ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് തീരുമാനിച്ചു നോക്കുമ്പോൾ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ തന്നെ പറയുന്നത് എനിക്കെന്നെ പ്രസംഗം കിട്ടണില്ല. ഞാൻ തന്നെ സമസ്തയിൽ ഒന്നിച്ചായിരുന്ന സമയത്ത് അബ്ദുസമ്മദ് പൂക്കോട്ടൂരിൻ്റെ സമാപന പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, സമാപന പ്രസംഗത്തിന് വേണ്ടി കൊണ്ട് തെരഞ്ഞു നിന്നിരുന്നു. ഇന്ന് അതൊക്കെ പോയിക്കണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്നെ ഒരു പ്രസംഗിക്കാൻ സമയം കിട്ടണില്ല. പിന്നെ ആ ചങ്ങായിനൊപ്പം കൊടുന്ന ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്തു, അതും ഒഴിവാക്കി. ചുരുക്കത്തിൽ നാളന്തക്കാരും എന്ത് ചെയ്തു, ഒഴിവാക്കി. നാളന്തക്കാരും ഒഴിവാക്കി. അതിലേക്കും വിളിക്കണില്ല. അങ്ങനെ ലീഗിനെ പുകയത്തലും നിർത്തി. പിന്നെ ഷംസുല്ലുലമ പുട്ടിക്ക വല്യമാര് തേങ്ങണ്ട മാതിരിയായിരുന്നു. ഇടക്കിടക്ക് ഷംസുല്ലുലമ എന്നിങ്ങനെ പറയും. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊരു പള്ളിക്ക് ജോലിക്ക് വന്നപ്പോൾ ആ പള്ളിക്കത്തെ കാര്യം ഒരാളിനോട് പറഞ്ഞു, നിങ്ങൾ ഇടക്കിടക്ക് ശംസുലുലമ എന്ന പ്രസംഗത്തിൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ മതി, എന്നാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സമസ്തൻ്റെ ഒരു പള്ളിയായിരുന്നു. അപ്പോൾ അതൊരു ഐക്കമത്താണ് എന്നതുപോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്നതുപോലെ ഇവനിങ്ങനെ എല്ലാ മേറ്ററിലും ശംസുലുലമൻ്റെ ഇതിങ്ങനെ കൊടുക്കുക. ഓലുണ്ട ബലം തിരിഞ്ഞു നോക്കിക്കണം, ഓൽക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിക്കണേ, ഓലും ഒഴിവാക്കി. പിന്നെ സയ്യിദുൽ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാണ്ട് കുറേ നടന്നു. ഓലൊന്നും മെയിൻ്റെന്നെ ചെയ്യുന്നില്ല. ജിഫ്രി തങ്ങൾ ഇവന്റെ വർത്താനം കേട്ടിട്ട് കുറെ മറുപടി കൊടുത്തു. ഓനങ്ങനാണ് തൂറ്റിപ്പോയി. ഏതായാലും ഇപ്പൊ ആകെ അണ്ടി പോയ അണ്ണാന്റെ മാതിരി നടക്കുകയായിരുന്നു. ഇപ്പൊ പിടിച്ചതാണ് പുളിങ്കൊമ്പ് കാരണില്ലേ, ഇപ്പൊ കുടിച്ചതാ കള്ള് എന്നൊക്കെ പറയില്ലേ, അതാണ് കള്ള്. ഇപ്പൊ കുടിച്ചതാ കള്ള്. അത് ശരിയാ. ഇപ്പൊ BJP-നെ കിട്ടിയിരിക്കണത്. BJP-ന്റെ മഹിമങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞേമത് എൻ്റെ മോനെ അനക്ക് പറ്റിയ പാർട്ടിയാടാ. എൻ്റെ ഈ തുള്ളി തോന്നിയത് പറയാനും എൻ്റെ ഈ ചാടിക്കളിക്കൽ കളിക്കാനും പറ്റിയ പാർട്ടിക്കാ ചെന്നിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥ പാർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതോടുക്കാൻ എന്നാണ് ഖബറടക്കാം. അതോടുക്കാൻ നിങ്ങളങ്ങോട്ട് ഖബറടക്കാം. അന്നി എൻ്റെ കാട്ടുകള്ളനെയും എൻ്റെ പിന്നെ ഒന്നാം ഖലീഫ നൗഷാദിനെയും രണ്ടാം ഖലീഫ പമ്പേശിനെയും ഒക്കെ നമുക്ക് അതോടാണ് ഖബറടക്കാം. അതെ, ഇപ്പം ഇഞ്ഞി അടക്കാൻ പോണ. കാരണം ഇഞ്ഞി വേറെ ഒന്നും പോയാലോ, CPM-കാരെ എടുക്കൂല. CPM-കാരെ പറ്റിയാണ്ട് പറഞ്ഞിട്ടുണ്ട് കയറി അടിച്ചു. കാരണം എന്താ, ആദ്യം തന്നെ തീരുമാനിക്കും. കാരണം ഓൽക്കെന്ന് പറഞ്ഞാൽ സെറ്റപ്പാണ്, ഒരു പാർട്ടി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നല്ല. അപ്പം ഇനി ജയിക്ക ഏതായാലും എന്നെ വണ്ടി കയറ്റിച്ചില്ല. ഏതായാലും നിങ്ങളെ കബറടക്കാൻ വേണ്ടിക്കൊണ്ടുള്ള പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അതോനൊന്ന് പറയട്ടെ, നമ്മളെ കുഞ്ഞേമ ഒന്നും പറയട്ടെ. ഒന്ന് പറഞ്ഞ കുഞ്ഞേമോജി. നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. ഒറ്റക്കെട്ടായിട്ട് കൈകോർത്ത് പിടിക്കാം. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിക്കാം. ഏതിനെ കൈകോർത്ത് പിടിക്കണതാന്ന് കേട്ടോളി. രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്ത് പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് നമ്മുടെ മോഡിജിക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഹഴവാനെ കൂതരെ അനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയണത്? ഇതൊന്ന് ചിന്തിച്ചോക്കാം. എന്തൊക്കെ പറയണത്?
ഇതൊക്കെ രാവിലെ ഈ പ്രസംഗത്തിന് പോകുമ്പോ കഞ്ചാവ് വലിച്ചിട്ടാ പോണത്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ബ്രൗൺ ഷുഗർ എന്തെങ്കിലുമൊക്കെ പെരിന്ന് തിന്നിട്ടാ പോണത്? എന്താ പണ്ടക്കല്ലേ പേര്? മോഡിജിക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഒരു അഖിലുസുന്നന്റെ ഒരു സ്റ്റേജിലാത്തരവും പറയുന്നത്. സാവിയത്ത് സൂഫിയ BJP-യിലേക്ക്, സാവിയത്ത് സൂഫിയ ഇപ്പൊ BJP-യിലേക്കാണ് സാവിയത്ത് സൂഫിയയുടെ കുതിപ്പ്. ഏതായാലും ബാക്കി പറയാം. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതായാലും സാവിയത്ത് സൂഫിയ തയ്യാറായി BJP-ക്ക് പിന്തുണ അർപ്പിച്ചിട്ട്. ഐറ്റങ്ങളിപ്പോ കഥ അറിയില്ലല്ലോ, ഐറ്റങ്ങൾക്ക് ഇപ്പൊ കഥ അറിയില്ല, ആരൊക്കെ വന്നിക്കണാവോ. അപ്പൊ ഐറ്റങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചാടുന്നുണ്ടാവും, പടച്ചോനെ കഴിച്ചിലായിട്ടോ ഇവന്റെ ഇങ്ങനെ അറലില് കേക്കല്ലേ, മദ്യളകിയ പൈക്കളമാതിരി കടന്ന് ചീറുകല്ലേ. അപ്പൊ ഇറ്റങ്ങൾ കരുതുന്നുണ്ടാവും, ആ കഴിച്ചിലായി കൊടുക്കാൻ നമുക്ക് പണി കരുതുന്നുണ്ടാവും. പക്ഷെ ആരാളുള്ളത്? 4, 3, 7 ആൾക്കാരല്ല, വേറെ ഒരൊറ്റൊന്നില്ലല്ലോ. കൂടിയ ആൾക്കാരിൽ നിന്ന് പലരും ഈ അടുത്തടുത്തായിട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒഴിഞ്ഞു പോയ വിവരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെയും ഫോൺ വിളിച്ചിട്ടും അൽഹംദുലില്ലാ പലരും പറഞ്ഞു. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ പല തെറികളും പറഞ്ഞപ്പോൾ നമ്മളോട് ഈ വീഡിയോ ചെയ്യുന്ന എന്നോട് തന്നെ വിളിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ആൾക്കാർ ഉസ്താദെ നിൽക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദിനെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞതുണ്ട്. പക്ഷെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അത് നിങ്ങൾ വീഡിയോയിലൊന്നും ഇടണ്ട എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരസ്യപ്പെടുത്താത്തത്. എത്രയോ ആൾക്കാർ, എത്രയോ പ്രായം ചെന്ന പലരും അത് അൽഹംദുലില്ലാ AP ഉസ്താദിനെ പറഞ്ഞത് നന്നായി, അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഒരു മെച്ചമുണ്ടായി. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. എല്ലാവരും കൊഴിഞ്ഞു പോകും. ഇപ്പൊ കണ്ടങ്ങൾ സാവിയത്ത് സൂഫിയ BJP-ക്ക് പിന്തുണ അർപ്പിച്ചിട്ടാ പറ്റില്ലുള്ളത്. BJP-ക്ക് പിന്തുണ അർപ്പിച്ചിട്ട് ഇനി ഇത് ആളുകൾ ഇങ്ങോട്ട് വീഡിയോ ചെയ്ത അപ്പുറത്ത് കൂടി അത് വരും. ആരെ അത് പറഞ്ഞു? അതിന്റെ തഫ്സീർ അങ്ങനല്ല. നൗഷാദ് പഞ്ഞി നാളെ ചിലപ്പോൾ വേറെ പറയും. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ സാവിയത്ത് സൂഫിയ പറഞ്ഞത്. ഷെയ്ഖിന്റെ നിർദ്ദേശം മാറിയിട്ടുണ്ട്. ഷെയ്ഖ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടുന്ന് നിർദ്ദേശം മാറ്റി കൊടുക്കും. കാരണം ഇത് മൈക്കുകളല്ലേ, കൈതകളാണല്ലോ നൗഷാദ്. കൈത ആ വേണ്ടിയിട്ട് ഇതായിരുന്നു, കൈതായി. ശരിക്കും കൈത ആയും ചെയ്തു, ഓനും നൗഷാദും കുഞ്ഞേമൊക്കെ. അപ്പൊ കൈത ആ വേണ്ടി ഇതായിരുന്നില്ലല്ലോ. അപ്പൊ കൈതകളാവുമ്പോൾ അതിനനുസരിച്ച് മൈക്കുകളും കൈതകളും ആകുമ്പോൾ അതിനനുസരിച്ച് കാണാനുള്ള പറയാം. അപ്പൊ ഇനി എന്ത് ചെയ്യും, നാളെ വന്നിട്ട് ഇനി അതാ പറയാം ഉണ്ടാകുക, എന്ത് ഞങ്ങൾ ഉദ്ദേശം അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെ കരുതിന്, തേങ്ങ അറിയുമ്പോൾ ഇമ്രാന്തിൻ്റെ ഡാഷ് എന്ന് അറിയില്ലേ എന്നതുപോലെയാണ് ഇനിയോ നാളെ വന്നിട്ട് പറയാനുണ്ടാകുക. ഏതായാലും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അവസാനം BJP-യിലും എത്തി. ഇപ്പം BJP-ക്കാരനെ കൊടുന്നിരുത്തി. നളന്തക്കാരൊക്കെ വിട്ടു, ലീഗുകാരെ വിട്ടു, പാണക്കാട് തങ്ങളെ വിട്ടു, നളന്തക്കാരെ വിട്ടു, മറ്റേ കൂരിയാടനെ വിട്ടു. ഇങ്ങനെ എല്ലാം വിട്ട് ഇപ്പൊ കിട്ടിയതാണ് പുളിങ്കൊമ്പുമ്മ പിടിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മളെ BJP മോഡിജിക്ക് പിന്തുണ അർപ്പിച്ച് അൽഹംദുലില്ലാ. അതോടെ അങ്ങോട്ട് കുഴിച്ചു മൂടി. നിങ്ങളുടെ ശല്യം ഉലകത്ത് നിന്നാണ് പോയി കിട്ടുമല്ലോ. അൽഹംദുലില്ലാ. അതോടെ കഥ കഴിഞ്ഞു മക്കളെ.